ശ്രീമദ് ഭാഗവതത്തിലെ പ്രഹ്ലാദന്റെ കഥയും നരസിംഹാവതാരമൊക്കെയാണ് ഇന്നലെ നമ്മൾ കാണേണ്ടത്. പ്രഹ്ലാദനും നരസിംഹാവതാര കഥയും നമ്മൾ കേൾക്കുന്ന സമയത്ത് അത് പണ്ടെങ്ങോ നടന്നുപോയൊരു കഥയായി കാണരുത്. പ്രഹ്ലാദൻ എന്ന് പറയുന്നത് പ്രകർഷേണ ആഹ്ലാദമുള്ള മനസ്സിനെയാണ് പ്രഹ്ലാദൻ എന്ന് പറയുക. ഏത് അനുഭവങ്ങളെയും ഭഗവത് നിയോഗമായി, ഭഗവത് നിശ്ചയമായി, ഭഗവത് പ്രസാദമായി കാണാൻ കഴിയുന്ന മനസ്സിനെയാണ് പ്രഹ്ലാദൻ എന്ന് പറയുക. അല്ലാതെ കേവലം ഒരു അസുരക്കുട്ടിയായി മാത്രം നിങ്ങൾ പ്രഹ്ലാദനെ കാണരുത്. പ്രകർഷേണ ആഹ്ലാദം, അതാണ് പ്രഹ്ലാദൻ. ആ വാക്ക് നോക്കൂ നിങ്ങൾ, എത്ര ഗംഭീരമാണെന്ന്. ഈ സംസ്കൃത ശബ്ദങ്ങൾക്ക് അങ്ങനെയാണ് അർത്ഥം. അപ്പം നമ്മുടെ മനസ്സിനെപ്പോ ഏത് അനുഭവങ്ങൾ വന്നാലും അത് ഭഗവത് നിയോഗമായി, ഭഗവത് പ്രസാദമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ, അപ്പോൾ മനസ്സിൽ ആഹ്ലാദം വന്നു. ആഹ്ലാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമല്ലത്. നമ്മുടെ മനോഭാവത്തിൽ ഉണ്ടാകുന്ന ആ സന്തോഷം. മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂലവും പ്രതികൂലവുമായി വന്നാലും ഇതെല്ലാം ഈശ്വരൻ എന്നുള്ള ഒരു അനുഭവത്തിലൂടെ കാണാൻ പറ്റുമ്പോൾ ആ വിവേകം കൊണ്ടുണ്ടാകുന്ന ഒരു സന്തോഷം, ആ ബുദ്ധി ശക്തി കൊണ്ടുണ്ടാകുന്ന ഒരു സന്തോഷം. നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത് സാധാരണ മനുഷ്യനും ഒരു ഭക്തനും തമ്മിൽ എന്താ വ്യത്യാസം? സാധാരണ വ്യക്തികൾ എന്തെങ്കിലും കിട്ടുമ്പോൾ, പ്രതീക്ഷിച്ചത് സംഭവിക്കുമ്പോൾ സന്തോഷിക്കും. ഒരു ഭക്തൻ എന്ന് പറയുന്നത് പ്രതീക്ഷിച്ചത് സംഭവിച്ചാലും പ്രതീക്ഷിച്ചത് സംഭവിച്ചില്ലെങ്കിലും പറയും രണ്ടും ഭഗവാന്റെ നിശ്ചയമാണ്. അതിൽ സന്തോഷിക്കും. ഒരാൾ ആക്ഷനിൽ സന്തോഷിക്കുമ്പോൾ മറ്റൊരാൾ ആറ്റിറ്റ്യൂഡിൽ സന്തോഷിക്കും. ഒരാൾ പരിതസ്ഥിതിയിൽ സന്തോഷിക്കുമ്പോൾ മറ്റൊരാൾ മനോഭാവത്തിൽ സന്തോഷിക്കും. ഈ മനോഭാവത്തിൽ സന്തോഷിക്കാൻ, അതായത് നമ്മുടെ മനോഭാവം ഉയർത്തിക്കൊണ്ട് സന്തോഷിക്കാൻ സാധിച്ചാൽ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ജീവിതം മാനസികമായി ആർക്കും തളർത്താൻ സാധിക്കില്ല. മറ്റവരെയൊക്കെ തളർത്താൻ പറ്റും. എന്തുകൊണ്ട് തളർത്താൻ പറ്റും? അനുകൂലമായത് കിട്ടുമെന്ന് ജീവിക്കുന്നവർക്ക് എങ്ങാനും വിധി വൈപരീത്യാൽ പ്രതികൂലമായത് സംഭവിച്ചു പോയാൽ, അല്ലേ, സംഭവിക്കാലോ. എപ്പോ എന്ത് എവിടെ സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. ഒരു നിമിഷം കൊണ്ട് ജീവിതം തട്ടിത്തകർക്കാൻ കാലശക്തിക്ക് സാധിക്കും. ഇന്നാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധികളാണ് ജീവിതം. ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്നത് എവിടെയും ഇല്ല. എത്ര പോലീസുകാരെ വെച്ചാലും കൈ വലിക്കുന്നുണ്ട്, കാല് വലിക്കുന്നുണ്ട്, ചെയിന് പൊട്ടിക്കുന്നുണ്ട്. ഈ ഗുരുവായൂർ അമ്പലത്തിലുണ്ടാവില്ലേ? ഉണ്ടോ? അതുകൊണ്ടല്ലേ വിളിച്ചു പറയുന്നത് ഭക്തജനങ്ങളുടെ നിങ്ങളുടെ കഴുത്തും കാതും ഒക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോ എവിടെയാ ഒരു സുരക്ഷിതത്വം ഉള്ളത്? റോട്ടിൽ കൂടെ നടക്കുമ്പം തന്നെ സൂക്ഷിക്കണം, അല്ലേ? ഒരു കാരണവര് ബസ് വരുന്ന സമയത്ത് റോട്ടിൽ നിന്ന് മാറി നിന്നു. ക്ലീനർ ബസ് നിർത്തി. കാരണവരോട് ചോദിച്ചു കയറാനാണോ ചോദിച്ചു. പറഞ്ഞു കയറാതിരിക്കാനാണെന്ന് പറഞ്ഞു. ക്ലീനർക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞത്. പറഞ്ഞു കയറാനാണെങ്കിൽ കയറൂ എന്ന് പറഞ്ഞു. കയറാനല്ല, വണ്ടി എൻ്റെ മേലെ കയറാതിരിക്കാനാണ് മാറി നിന്നത്. കാരണം നിങ്ങളുടെ വരവ് കണ്ടു കഴിഞ്ഞാൽ, ചില ബസ്സിലൊക്കെ കയറിയാലുണ്ടല്ലോ, ചില ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരാൾ ബസ്സിൽ കയറി, കണ്ടക്ടർ ചോദിച്ചു എങ്ങോട്ടാണ്. പറഞ്ഞു ഈ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ചോദിക്കേണ്ട കാര്യം ഉണ്ടാവും തോന്നില്ല എന്ന്. കാരണം നിങ്ങൾ എത്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ എത്തിക്കും തോന്നണമെന്ന്. ആ രീതിയിലാണ് വണ്ടി പോകുന്നത്. എവിടെയാ സുരക്ഷിതത്വം ഉള്ളത്? വീട്ടിൽ കിടന്നുറങ്ങി നിങ്ങൾ വിചാരിക്കണോ പൂട്ടും പൂട്ടി, ഉള്ളിൻ്റെ ഉള്ളിൽ പൂട്ടി, അവിടെ പൂട്ടി, ഇവിടെ പൂട്ടി. ഇന്നാണെങ്കിൽ ഗോദ്രേജ് കമ്പനി പുതിയ പൂട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് വരുമ്പോഴാണ് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നത്, അല്ല തങ്കം, നമുക്കൊരു ഫ്രണ്ട് ഡോർ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്ത് പറ്റി? ഡോറേ കാണുന്നില്ല. പൂട്ടൊക്കെ പൊളിക്കണ കാലം പോയി. ഇപ്പൊ ഡോറ് തന്നെ എടുത്തു കൊണ്ടുപോകുന്ന കാലാണ്. ഒരു സ്ഥലത്ത് ബാങ്കിന്റെ ചുമര് തുറന്നൊക്കെ കൊണ്ടുപോയി എന്നൊക്കെ വായിച്ചില്ലേ പത്രത്തില്? പിന്നുണ്ടോ പൂട്ടിന്റെ കാര്യം? നോക്കൂ നിങ്ങൾ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല പരിതസ്ഥിതികളും പ്രതിബന്ധങ്ങളും, പല പ്രതികൂലമാകുന്ന പരിതസ്ഥിതികളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ സാധാരണ വ്യക്തികൾ നോക്കുന്നത് തൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം, തൻ്റെ ചുറ്റുപാട്, ഇതൊക്കെ ശരിയാണെങ്കിൽ ജീവിതം ശരിയാണ്.
എന്നാൽ ഒരു ഭക്തൻ നോക്കുന്നത് പരിതസ്ഥിതികൾ അനുകൂലമാവാം, പരിതസ്ഥിതികൾ പ്രതികൂലമാവാം. ഞാൻ സൂക്ഷിക്കേണ്ടത്, നോക്കേണ്ടത് എൻ്റെ സ്വന്തം മനസ്സിനെയാണ്. സ്വന്തം മനസ്സിനെ നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വന്തം മനസ്സിനെ ആരിലേക്ക് തിരിക്കുക? ഭഗവാനിലേക്ക് തിരിക്കുക. ഭഗവാനിലേക്ക് തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറച്ചിരുന്ന് നാമം ജപിക്കലാണോ? അല്ല. ഭഗവാനിലേക്ക് തിരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് എൻ്റെ മനസ്സിനെ നിലനിർത്തുന്നതെന്ന സത്യം ബോധ്യപ്പെട്ടുകൊണ്ട് അതിന് നമ്മൾ പഠിക്കണം. ഈ ശരീരത്തിൻ്റെ ഭാഗമായിരുന്നു മനസ്സെങ്കിൽ ഞാൻ ആവർത്തിക്കുകയാണത്. നിങ്ങളുടെ തലയിൽ ഉറച്ചു കിട്ടണം. ഈ ശരീരത്തിൻ്റെ ഭാഗമായിരുന്നു മനസ്സെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും മനസ്സ് ആരുടെ കൂടെ ഉണ്ടാവണം? പക്ഷേ ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ല മരിച്ച ശരീരത്തിൽ മനസ്സ്. ഇത് നമ്മൾ കാണുന്നൊരു അനുഭവമാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ ചോദ്യം വേണം, ആരാണ് ഈ മനസ്സിനെ ശരീരത്തിൽ നിലനിർത്തുന്നത്? അപ്പം നമുക്ക് ഗീതയും ഭാഗവതവും വഴി കാണിച്ചുകൊണ്ട് പറയും, മനസ്സിനെ നിലനിർത്തുന്നത് ആ ശക്തിയാണ്, ആത്മശക്തിയാണ് ഭഗവാൻ. അങ്ങനെ നമ്മുടെ അന്തരാത്മാവായ ശക്തിയായ ഭഗവാൻ, ആ ഭഗവാനെ നമ്മൾ നാമം ജപിക്കുകയല്ല ചെയ്യുന്നത്, മനസ്സുകൊണ്ട് സ്മരിക്കുകയാണ്. എന്താ സ്മരിക്കുന്നത്? എന്നെ നിലനിർത്തുന്നത് ഭഗവാനാണ്, അതുകൊണ്ട് എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് ഭഗവാൻ. ഇത് ഉറപ്പിക്കലാണ് ഭക്തൻ. അങ്ങനെ നമ്മൾ മാനസികമായി ഇത് ഉറപ്പിക്കുമ്പോൾ എന്തു വരുന്നതും അതും ഭഗവത് നിശ്ചയമാണ് എന്നൊക്കെ നമ്മൾ ഉറപ്പിക്കുമ്പോൾ ക്രമേണ നമ്മുടെ മനസ്സിൻ്റെ ശക്തി കൂടി വരും. ഇതിനെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ജ്ഞാനഭക്തി എന്ന് പറയാം. എന്താണ്? ഇപ്പോൾ നമ്മുടെ ഭക്തി ഉണ്ടല്ലോ, ജ്ഞാനഭക്തിയല്ല. നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ആചാരഭക്തിയാണ്. മറ്റുള്ളവരിങ്ങനെ ആചരിക്കണോ, നമ്മളും അത് ആചരിക്കണം. ഇന്നിപ്പോൾ അമ്പലത്തിൽ പോയാൽ അതല്ലേ ചെയ്യണത്? നിങ്ങൾക്കറിയാത്തൊരു അമ്പലത്തിൽ പോയാൽ നിങ്ങൾ എല്ലാവരും ഏതെങ്കിലും ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ തല കാണിച്ചാൽ നിങ്ങളും പോയി തല കാണിക്കും. കാരണം നിങ്ങളുടെ വിചാരം അവിടെ പോയി അങ്ങനെ ചെയ്യണമെന്ന്. മറ്റുള്ളവർ ചെയ്യുന്നതിനെയൊക്കെ നമ്മളും അനുകരിക്കുന്ന ഭക്തിയാണ്. എല്ലാവരും നാമം ചൊല്ലണോ, ഞാനും നാമം ചൊല്ലണോ, അത്രയേ. അതുകൊണ്ട് അവർക്ക് ആ നാമജപത്തിൻ്റെ ആ ക്ഷേത്രയാത്രയുടെ ആ പൂർണ്ണ ആനന്ദം കിട്ടില്ലേ, കുറച്ചൊരു സമാധാനം കിട്ടും, ചെറിയൊരു സുഖമൊക്കെ കിട്ടും. കാരണം അമ്പലത്തിൽ പോകുമ്പം ബാക്കിയുള്ള ചിന്തകളൊക്കെ പോകും, കുറച്ചു നേരം നാരായണ നാരായണ നാരായണമൊക്കെ ജപിക്കും. പക്ഷെ മനസ്സിൻ്റെ ശക്തി കൂടുന്നില്ല, സമാധാനമേ ആവുന്നുള്ളൂ. കേവലം സമാധാനം മാത്രം പോരെ നമുക്ക്. എന്തുകൂടെ വേണം? മനസ്സിന് ശക്തി കൂടണം, വേണ്ടേ? നോക്കൂ, നിങ്ങൾ അമ്പലത്തിൽ മുമ്പ് പോയിട്ടുണ്ട്, സമാധാനം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും കുടുംബ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ആ സമാധാനമൊക്കെ പോകുന്നു. ആ മനസ്സിന് ശക്തിയില്ലാത്തത് കൊണ്ട് അതിനെ നേരിടാൻ സാധിക്കുന്നില്ല. അപ്പം മനസ്സിന് ശക്തി കൂട്ടുന്ന ഭക്തി, അതാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതെങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും? അത് നമുക്ക് കാണിച്ചു തരുന്നൊരു ഭക്തനാണ് ആര്? പ്രഹ്ലാദൻ. മനസ്സിൻ്റെ ശക്തി കൂട്ടിയ ഭക്തൻ. മനസ്സിനെങ്ങനെയാ ശക്തി കൂട്ടുക? പ്രഹ്ലാദൻ പറയുന്നു, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. എന്തൊക്കെയാണ്? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അവസാനം എത്തുന്നത് എവിടെയാണ്? ആത്മനിവേദനം. തന്നെ ആ ഭഗവാനിൽ നിവേദിക്കുക, അർപ്പിക്കുക, ലയിപ്പിക്കുക. അപ്പം താനും ഭഗവാനും ഒന്നാകുന്നൊരു പ്രക്രിയ. അപ്പം ഭഗവാനെ അനുഭവിക്കുന്ന ആ ഒരു തലത്തിലേക്ക് മനസ്സിനെ പടിപടിയായി ഉയർത്തണം. ഇപ്പോൾ സാധാരണക്കാരൻ്റെ ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ അനുഭവിക്കാനല്ല പോകുന്നത്, ഭഗവാനെ കണ്ടു തൊഴുത് എന്തോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആഗ്രഹങ്ങളും പറഞ്ഞ് താനും ഭഗവാനും വേറെയാണെന്ന ഭാവത്തിൽ അങ്ങനെ കടന്നു പോവുകയാണ് പാവം. എന്നാൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പ്രഹ്ലാദൻ പറയുന്നത് ആദ്യം തന്നെ ശ്രവണം. എന്ത് വേണം? ശ്രവണം വേണം. ബഹുഭൂരിപക്ഷം ഭക്തന്മാർക്കും എന്തില്ല?
ശ്രവണമില്ല. അവരിങ്ങനെ ഒമ്പേ ഗമിക്കുന്ന എന്താണ്, ഒമ്പേ ഗമിച്ചിടിന ഗോവു തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. ഒരു ഗ്രാമത്തിൽ പണ്ട് ഗ്രാമ അധ്യക്ഷൻ, തലവൻ, ഇദ്ദേഹത്തിന് ആക്സിഡന്റ് പറ്റി, കാല് മുറിച്ച് കളയേണ്ടി വന്നു. എല്ലാവരും കൂടെ ചേർന്ന് ഗ്രാമത്തലവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് അവസാനം ഇദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടല്ലോ കാല് വയ്ക്കാൻ പറ്റുമല്ലോ, കാല് വയ്ക്കാൻ പറ്റും. അപ്പം അദ്ദേഹത്തിന് കാല് വെച്ചിട്ട് ശരിയാവുന്നില്ല, മരത്തിൻ്റെ കാല, അത്രയൊന്നും ഡെവലപ്പ് ചെയ്യാത്ത പഴയ കാലം. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് അത് വേണ്ട, ക്രച്ച് മതി. ഇങ്ങനെ കൊണ്ടു നടക്കുന്ന സാധനം ഇത് വെച്ചുകൊണ്ട് അദ്ദേഹം ജീവിതം കൊണ്ടു. അദ്ദേഹം ഒരേ ഒരു നിയമം പാസ്സാക്കി ഗ്രാമത്തിൽ, ഇനിയുള്ള എല്ലാവരും എന്നെ പോലെ ഈ ക്രച്ചുമായിട്ട് നടക്കണം, കാലുള്ളവനും ഇല്ലാത്തവനും. അങ്ങനെ ഒരു ഗ്രാമം മുഴുവൻ ഈ ക്രച്ച് വെച്ച് നടക്കുക. ആലോചിച്ച് നോക്കൂ, രാവിലെ എല്ലാവരും ഇതിൻ്റെ മുകളിലാണ്, എല്ലാവരും അദ്ദേഹം അതിൽ പ്രാക്ടീസ് ചെയ്യിച്ചു, ഗ്രാമം മുഴുവൻ. ചില ചെറുപ്പക്കാരൊക്കെ അങ്ങനെ മുറുമുറുപ്പുണ്ടാക്കി, ഞങ്ങൾക്ക് കാലുണ്ടല്ലോ എന്ന്. ഗ്രാമാധ്യക്ഷൻ പറഞ്ഞു, ഫൈനിടുന്നു. ഇപ്പം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ നേരിട്ട് തൊഴുതു പോയാൽ മതി, പക്ഷേ അങ്ങനെയല്ല, അങ്ങനെ വളഞ്ഞ് 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 അങ്ങനെ പോകണം നിർബന്ധം പിടിച്ചാൽ പിന്നെ അങ്ങനെ പോവല്ലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ക്രച്ചിലാണ് പോകുന്നത്. ഒരിക്കൽ ഗ്രാമസഭ നടക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ, ഈ ക്രച്ചുമായിട്ട് നടക്കുന്ന ചെറുപ്പക്കാരൻ, അയാൾക്കൊരു തോന്നൽ, ഈ ക്രച്ചില്ലാതെ നടക്കാൻ പറ്റില്ല. ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ വെട്ടിക്കൊന്നാലും ശരി, എനിക്ക് വിഷമമില്ല, പക്ഷെ ഞാൻ ഇന്ന് ലോകത്തിൽ തെളിയിക്കും, എനിക്കിതിൻ്റെ ആവശ്യമില്ല, ആർക്കും ഇതിൻ്റെ ആവശ്യമില്ല, ഗ്രാമത്തലവന് മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാവരും പറഞ്ഞു, നിന്റെ തലകളയും ഗ്രാമത്തലവൻ, നിന്നെ ശിക്ഷിക്കും, നിനക്ക് നടക്കാൻ പറ്റില്ല, ക്രച്ചില്ലാതെ ഇന്നേ വരാരും നടന്നിട്ടില്ല, കാരണം ജനിക്കുന്ന കുട്ടികൾക്ക് ഇതാ വെച്ചു കൊടുക്കണതേ. അങ്ങനെ പറഞ്ഞ് ഈ ക്രച്ച് വിട്ടുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ആ ഗ്രാമസഭയുടെ മുന്നിലൂടെ നടക്കുക. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ക്രച്ച് വിട്ട് 2 അടി വെച്ചതേ ഉള്ളൂ, മലർന്ന് കെട്ടി വീണു. അപ്പോഴേക്കും കാരണവന്മാർ പറഞ്ഞു, കുരുത്തക്കേട് കണ്ടില്ലേ, ഞങ്ങൾക്ക് അന്നേ അറിയാം ക്രച്ചില്ലാതെ ഈ ലോകത്തിൽ ഇനി ആർക്കും നടക്കാൻ പറ്റില്ല എന്ന്. കാരണം അത്രമാത്രം തൻ്റെ ശക്തി മുഴുവൻ ഏതിലാ വെച്ചിരിക്കുന്നത്? ആ ക്രച്ചിൽ വെച്ചു. ആ ചെറുപ്പക്കാരൻ ഒരു നിമിഷം നോക്കിയപ്പോൾ എല്ലാവരും പരിഹസിച്ച് ചിരിക്കുകയാണ്. ആ പരിഹാസത്തിൻ്റെ ആ ശക്തി താങ്ങാൻ വയ്യാതെ വന്നപ്പോൾ ആ വിഷമം കൊണ്ട് എണീറ്റൊരു ഓട്ടം. ആ ഓടിയപ്പോഴാണ് മനസ്സിലായത്, എനിക്കിനി നടക്കാൻ ഇതിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെയാണ് നമ്മുടെ കഥ. നമ്മളൊക്കെ ഉണ്ടല്ലോ 3 ക്രച്ചിലായിരിക്കുന്നത്. ശരീരം, ബന്ധങ്ങൾ, സമ്പത്ത്. ഇതിങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ശരീരത്തിന് വല്ലതും സംഭവിച്ചാൽ മനസ്സ് തളർന്നു, ബന്ധങ്ങൾക്ക് വല്ലതും സംഭവിച്ചാൽ മനസ്സ് തളർന്നു, സമ്പത്തോ ജോലിയോ നഷ്ടപ്പെട്ടാൽ മനസ്സ് തളർന്നു. ഈ ക്രച്ചല്ലേ നമ്മളെയൊക്കെ പിടിച്ചിരിക്കുന്നത്? ആണോ അല്ലയോ? അത് വീണുപോയാൽ നമ്മൾ വീണു. ഏതൊരു ഭാഗ്യവാനാണോ ഈ ഭാഗവതം കേട്ട്, ഭാഗവതത്തിലൂടെ പിബത ഭാഗവതരസം, ഈ ഭാഗവതരസത്തെ പിബത. ഇതാരാണോ കേൾക്കുന്നത്, ശ്രവിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഭാഗവത്തിൽ തന്നെ പറയും, ശൃണ്വൻ സുഭദ്രാണി രഥങ്കപാണി ജന്മാനി കർമാണി ചയാനി ലോകേ ആമാനി ഗീതാനി തദത്തഗാനി ഗായൻ വിലജ്ജോ വിചരേത സംഗ. ശൃണ്വൻ സുഭദ്രാണി രഥങ്കപാണി. ഇതൊക്കെ ഒന്ന് കേട്ടുകൊണ്ട് ആരാണോ ജീവിതത്തെ സ്വയം പരിവർത്തനം ചെയ്യാൻ നിശ്ചയിക്കുന്നത്, ഒരു ദിവസം അവർ തിരിച്ചറിയും, എൻ്റെ ശക്തി ഇരിക്കുന്നത് എൻ്റെ ശരീരത്തിലോ ബന്ധുക്കളിലോ എൻ്റെ സമ്പത്തിലോ അല്ല. എൻ്റെ ശക്തി ഇരിക്കുന്നത് എൻ്റെ മനസ്സിനെ നിലനിർത്തുന്ന ഈശ്വരനിലാണ്.
അന്ന് അവരെ തളർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. പക്ഷെ അതിലേക്ക് എത്തിച്ചേരണം. നമ്മൾ എവിടെയാണോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെ നിന്നും മനസ്സിനെ ഒന്ന് ഉയർത്തണം. ഭാഗവതത്തിന് ഇത്രയേ പറയാനുള്ളൂ. നിങ്ങൾ പലതും അനുഭവിക്കുന്ന മനസ്സേ, മക്കളുടെ കൂടെ ഇരിക്കുന്നുണ്ട്, ഭർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ഭർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും മനസ്സുകൊണ്ടിരിക്കണ്ടോ എന്നറിയില്ല, എന്നാലും ഇരിക്കുന്നുണ്ട്. അതുപോലെ ടി വിയുടെ മുന്നിലിരിക്കുന്നുണ്ട്, ഇല്ലേ, ന്യൂസ് കാണുന്നുണ്ട്. പോട്ടെ, സ്വാമി ഉദിത് ചൈതന്യയുടെ പ്രോഗ്രാമും ഭൂമാനന്ദ സ്വാമികളുടെ പ്രോഗ്രാമും സന്ദീപ് ചൈതന്യയുടെ പ്രോഗ്രാമും ഒക്കെ കാണുന്നുണ്ട് പലരും. ഇതൊക്കെ കാണുന്നുണ്ട്, പലതും കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന മനസ്സിനോട് ഋഷീശ്വരന്മാർക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി അനുഭവിച്ചു കൊണ്ടുപോകും. ആരെ അനുഭവിക്കണം? ഭഗവാനെയും കൂടെ അനുഭവിച്ചു പോകും. നിങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിൽ പോവാറില്ലേ? പോയിട്ടില്ലേ? ഇപ്പൊ ചോറ്റാനിക്കര അമ്പലത്തിൽ തൊഴാൻ പോയ നിങ്ങളോട്, അല്ലെങ്കിൽ ഗുരുവായൂരിൽ തൊഴാൻ വരുന്ന നിങ്ങളോട് പറയാണ്, ഈ ഗുരുവായൂരപ്പനെ തൊഴുത് പോകുന്നതിന് മുമ്പ് ഒന്ന് മമ്മിയൂരപ്പനെയും കൂടി തൊഴുതോളൂ എന്ന് പറയില്ലേ? അല്ലെങ്കിൽ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി തൊഴുന്ന ആളോട് പറയാണ്, ഒന്ന് മേലേക്കാവിൽ തൊഴുത അവിടെ എത്തിയ സ്ഥിതിക്ക് ഒന്ന് എവിടെയാണ് താഴേക്കാവിലും കൂടി ഒന്ന് തൊഴുതു പോയിക്കോളൂ. ശബരിമലയിൽ പോകുന്ന ആളുകൾക്ക് ഇത്രയൊക്കെ വന്ന സ്ഥിതിക്ക് ഒന്ന് അവരെ കുഴി കണ്ടു പോയിക്കോളൂ. ഇതേപോലെയാണ് ഭാഗവതം പറയുന്നത്. ഇത്രയൊക്കെ കാലത്ത് പലതും അനുഭവിച്ചില്ലേ, ഒന്ന് ഭഗവാനെയും കൂടെ അനുഭവിച്ചു പോയിക്കോളൂ, ഒരു പടിയും കൂടെ കടന്നോളൂ. ഇത്രയും പറയാനുള്ളൂ. നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നോ നിങ്ങളുടെ മാർഗങ്ങൾ തെറ്റാണെന്നോ ഒന്നും പറയില്ല. പറയുന്നത് ഒന്നുകൂടെ അനുഭവിക്കൂ. ആരെ? ഭഗവാനെ. അപ്പൊ ജീവിതത്തിൽ കൃതാർത്ഥത. എന്തിനാ ഭഗവാനെ അനുഭവിക്കുന്നത്? കാരണം ഈ മനസ്സിന് ഭഗവാനെ അനുഭവിക്കാനുള്ള കഴിവും ശക്തിയും വിവേകവും തന്നിട്ടുണ്ട്, മൃഗങ്ങൾക്ക് തന്നിട്ടില്ല. അതാണ് ഋഷീശ്വരന്മാര് പറയുന്നത്, നായം ദേഹോ ദേഹഭാജം നൃലോകേ കഷ്ടാൻ കാമാനർക്കതേ വിഡ്ഭുജം യേ തപോ ദിവ്യം പുത്രക ഹേന സത്വം ശുദ്ധേതസ്മാൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം. അച്ഛൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പലതും അനുഭവിക്കുന്ന മനസ്സിന് ബ്രഹ്മസൗഖ്യം തു അനന്തം. ആരെ അനുഭവിക്കാം? ബ്രഹ്മസുഖം. ആ ഒരു അനുഭൂതി കൂടെ അനുഭവിച്ചുകൊണ്ട് വേണം നമ്മൾ ഇവിടെ നിന്ന് യാത്രയാവാൻ. അപ്പം അതിനെന്താ വേണ്ടത്? അതിന് പ്രഹ്ലാദൻ വഴി പറഞ്ഞു തരികയാണ്. പ്രഹ്ലാദൻ പറയുന്നു, ഈ നരസിംഹം ആയി ഭഗവാൻ അവതരിച്ച് ഹിരണ്യകശിപുവിനെ കീറി മുറിച്ച് പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. ഈ ഹിരണ്യകശിപു എന്ന് പറയുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ആരാണ് ഈ ഹിരണ്യകശിപു? ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നർത്ഥം, കശിപു എന്ന് പറഞ്ഞാൽ മറ എന്നർത്ഥം, മൂടി, പുതപ്പ്. കശ്യപം, നീ എന്താ പറയാ, കശിപു എന്നുള്ള ശബ്ദത്തിന്റെ മറ്റൊരു അർത്ഥം പുതപ്പ് എന്നൊരു അർത്ഥമുണ്ട്, കശിപു. അപ്പോ ഹിരണ്യകശിപു എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വർണത്തെ മൂടിയിരിക്കുന്നവൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ അർത്ഥം? തൻ്റെ ഉള്ളിലുള്ള അമൂല്യമായ ഈശ്വര ശക്തിയെ മൂടി ജീവിക്കുന്നവൻ ആരാണ്? ഹിരണ്യകശിപു. അപ്പോൾ ഈ ഹിരണ്യകശിപുമാരൊക്കെ ഇപ്പോ ജീവിച്ചിരിക്കുന്നുണ്ടാവുമോ? ഉണ്ടാവുമോ? നമ്മളൊക്കെ തന്നെയാണ് ഈ ഹിരണ്യകശിപുമാര്. നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ ഏതോ കാലഘട്ടത്തിൽ നടന്ന കഥയാണ്, നമ്മുടെ ജീവിതം തന്നെയാണ്. ഈ ഹിരണ്യകശിപുവിൻ്റെ കശിപുത്തരം മാറ്റണം. അതാണ് ഈ കീറി മുറിച്ച് കൊടൽമാലകളൊക്കെ പുറത്തെടുത്തു എന്ന് പറഞ്ഞാൽ, വാസ്തവത്തിൽ ഈ കൊടൽമാലകളല്ല ഭഗവാൻ പറിച്ചെടുക്കുന്നത്, ഈ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവത് ശക്തിയെ മൂടുന്ന കെട്ടുബന്ധങ്ങളെ പൊട്ടിക്കുകയാണ്. ഇതൊക്കെ ഒരു ഉപനിഷത്ത് മന്ത്രത്തിൻ്റെ കഥാ ആവിഷ്കാരമാണ്. ഈ കഥ പറയുമ്പോണ്ടല്ലോ അതിൻ്റെ പിന്നിലൊരു മന്ത്രമുണ്ട്. ഭാഗവതത്തിൽ പ്രഥമസ്കന്ധത്തിൽ തന്നെ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യകർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. മനസ്സിലായില്ല?
ഭിദ്യതേ ഹൃദയഗ്രന്ഥി, ഹൃദയഗ്രന്ഥികൾ പൊട്ടിക്കണം എന്നാണ്. ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ഹൃദയം പറഞ്ഞ മനസ്സ്, അതിനെ മറയ്ക്കുന്ന ഗ്രന്ഥികൾ, കെട്ടുകൾ, അതിനെ പൊട്ടിക്കണം. എന്താണ് ഹൃദയഗ്രന്ഥി? എൻ്റെ ശരീരമാണ്, എൻ്റെ ബന്ധങ്ങളാണ്, എൻ്റെ സമ്പത്താണ്, എൻ്റെ ശക്തി എന്ന തോന്നലിനെ മാറ്റി എൻ്റെ മനസ്സും ആ മനസ്സിനെ നിലനിർത്തുന്ന ഈശ്വരനുമാണ് എൻ്റെ സമ്പത്ത്, ഗുരുവായൂരപ്പനാണ് എൻ്റെ സമ്പത്ത് എന്ന തലത്തിലേക്ക് മനസ്സിനെ ഉയർത്തണം. ആ ലെവലിലേക്ക് മനസ്സ് ഉയർന്നവർ പ്രഹ്ലാദനും, അതിലേക്ക് മനസ്സുയരാത്തവര്. അപ്പൊ നമ്മളിൽ തന്നെ ആരുണ്ട്? ഹിരണ്യകശിപുവുമുണ്ട്, പ്രഹ്ലാദനുമുണ്ട്. ഇനി സ്വയം ചോദിക്കുക, കൂടുതൽ ആരാ ഉള്ളത് എന്ന്. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു പൊട്ടിക്കണം. ആരാ ഇത് പൊട്ടിക്കേണ്ടത്? നോക്കൂ, ഭഗവാൻ നരസിംഹ രൂപത്തിൽ വന്നു എന്നാണ്. നരൻ എന്ന് പറഞ്ഞാൽ വിവേകം, സിംഹം എന്ന് പറഞ്ഞാൽ ശക്തി. ഇത് രണ്ടിൻ്റെയും സമന്വയമാണ് നരസിംഹം. ശക്തിയുള്ള മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള മൃഗമാണ് ആര്? സിംഹം. അപ്പം നമുക്ക് വിവേകവും വേണം, അറിവും വേണം, അഭ്യാസവും വേണം. അറിവിൻ്റെയും അഭ്യാസം, ശക്തി എന്നത് അഭ്യസിച്ചുണ്ടാക്കണം. മനസ്സിലായില്ല? സിംഹം ശക്തിയുടെ പ്രതീകമാണ്. ശക്തി ഉണ്ടാവണമെങ്കിൽ നിരന്തരം അഭ്യാസം വേണം. അപ്പൊ നരസിംഹം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അറിവും അഭ്യാസവും ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഹൃദയഗ്രന്ഥികൾ പൊട്ടിച്ചുകൊണ്ട്, അവരുടെ അജ്ഞതയുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചുകൊണ്ട് മനസ്സിനെ ഈശ്വരനിലേക്ക് ഉയർത്തി പ്രഹ്ലാദനായി തീരാൻ സാധിക്കും എന്ന് പറയുന്നൊരു കഥയാണ് നരസിംഹാവതാര കഥ. അപ്പൊ ഈ കഥ എവിടെയാണ് നടക്കേണ്ടത്? നോക്കൂ നിങ്ങൾ, എവിടെയാണ് നടക്കേണ്ടത്? നമ്മുടെ സ്വന്തം ഉള്ളിൽ നടക്കേണ്ട ഒരു കഥയാണിത്. ഇതേതോ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയൊരു കഥയല്ല. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ തലയിൽ കയറുന്നുണ്ടോ? ഇല്ല. മനസ്സിലാക്കിയാൽ നല്ലതാണ്. ചിലർ മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് അവരോട് ചോദിച്ചാൽ എന്താ മനസ്സിലായത്? ഒരു കാര്യം മനസ്സിലായി സ്വാമിജി. എന്ത് മനസ്സിലാവില്ല എന്ന് മനസ്സിലായി എന്നാണ്. പണ്ട് ക്ലാസ്സിൽ മാഷ് ചോദിച്ചതുപോലെ എന്നും കണക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു കുട്ടിയോട് ചോദിക്കും, കുട്ടനെ മനസ്സിലായോ? ഓ മനസ്സിലായി. എന്താ മനസ്സിലായില്ല എന്ന് പറയും. മനസ്സിലായോ? ഇല്ല സാർ മനസ്സിലായില്ല. ഓരോ പ്രാവശ്യവും മനസ്സിലായില്ല. മാഷ്ക്ക് മടുത്തു ഇയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട്. ഒരു ദിവസം മാഷ് ചോദിച്ചു, മനസ്സിലായോ? ഇപ്പം മനസ്സിലായി സാറെന്ന്. അദ്ദേഹത്തിനുണ്ടായ ഒരു ആനന്ദത്തിന് അതിരില്ല. കാരണം 6 മാസമായിട്ട് ഒരു ആദ്യയിട കേൾക്കണത് മനസ്സിലായിന്ന്. സാറ് വളരെ സന്തോഷത്തോടുകൂടി ചോദിച്ചു, എന്താ കുട്ടിന് മനസ്സിലായതെന്ന് വെച്ചു. സാറേ ഇപ്പോഴാ മനസ്സിലായത്, മനസ്സിലാവില്ല എന്ന് മനസ്സിലായി.